നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയിലെ ഇസ്രയേലിന്റെ വിനാശകരമായ ആക്രമണവും അതിനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പിന്തുണയും സ്ഥാനമൊഴിയുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. ഇസ്രയേലിനെ കരുവാക്കി US നിയമം ലംഘിക്കുകയായിരുന്നു എന്ന കുറ്റപ്പെടുത്തലുകൾ ഉയരുന്നു. മനുഷ്യാവകാശ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ആയുധം കൈമാറ്റം ചെയ്യുന്നതിനെ നിരോധിക്കുന്ന നിരവധി നിയമങ്ങളാണ് US-ൽ ഉള്ളത്. ഇവയെല്ലാം കാറ്റിൽ പറത്തിയാണ് ബൈഡൻ ഇസ്രയേലിന് ആയുധങ്ങളും മാരക ബോംബുകളുമെല്ലാം നൽകിയത്. ഇതിനു പിന്നിലെല്ലാം ഉണ്ടായിരുന്നത് ബ്ലിങ്കന്റെ ഗൂഢതന്ത്രങ്ങളായിരുന്നു എന്നാണ് ഉയർന്നുവരുന്ന വിമർശനങ്ങൾ. നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ, പീഡനം, ബലാത്സംഗം എന്നിവ പോലുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിൽ വിശ്വസനീയമായി ആരോപിക്കപ്പെടുന്ന സൈനിക യൂണിറ്റുകൾക്കുള്ള US സഹായവും ലീഹി നിയമം പരിമിതപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ബൈഡൻ ഭരണകൂടം ദേശീയ സുരക്ഷാ മെമ്മോറാണ്ടം 20 എന്ന് വിളിക്കപ്പെടുന്ന ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട്. US ആയുധങ്ങൾ സ്വീകരിക്കുന്ന സഖ്യകക്ഷികൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിച്ച് ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് വിശ്വസനീയമായ ഉറപ്പ് നൽകണമെന്നാണ് ഈ നിയമം ആവശ്യപ്പെടുന്നത്. ഇതൊന്നും തന്നെ പക്ഷേ ഇസ്രയേലിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്നാണ് ശക്തമായ ആരോപണം. ഇത് ഉയർന്നിട്ടും ഇസ്രയേലിന് ബില്യൺ കണക്കിന് ഡോളർ ആയുധങ്ങൾ US നൽകിയിട്ടുമുണ്ട്. ഗാസയിൽ 46,876 പേരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. മാരകവും മനുഷ്യനിർമ്മിതവുമായ പട്ടിണിയുടെ കൂടെ കടുത്ത ശ്വാസം മുട്ടിക്കുന്ന ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ മുൻ പ്രധാനമന്ത്രി യോവ് ഗാലന്റിനും യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എന്നിട്ടും ഗാസയ്ക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടയുന്നില്ല എന്ന് ബ്ലിങ്കൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. 2003 ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം, 2011 നേറ്റോ ലിബിയയുടെ വ്യോമാക്രമണം, 2011 തന്നെ സിറിയക്കെതിരായ യുദ്ധത്തിന്റെ ആരംഭം എന്നിവയിലെല്ലാം ബ്ലിങ്കന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നതായാണ് സ്പുട്നിക്കിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഗാസയും യുക്രൈനുമെല്ലാം ഒരു വശത്ത് ഇങ്ങനെ എരിഞ്ഞു പുകഞ്ഞിരിക്കുമ്പോൾ ബ്ലിങ്കൻ വീണ്ടും ആക്രമണാസക്തവും നിയമവിരുദ്ധവുമായ മോശം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമോ ദേശീയ നയ തീരുമാനങ്ങളിൽ അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പത്രപ്രവർത്തകർ. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ബ്ലിങ്കൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് എനിക്കറിയാം എന്നാണ് പത്രപ്രവർത്തകനായ ടക്കർ കാൾസൺ പറയുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നും മാധ്യമപ്രവർത്തകനായ മാറ്റ് തൈബിക്ക് നൽകിയ അഭിമുഖത്തിൽ കാൾസൺ പറയുന്നു. എല്ലാത്തിനും പിന്നിൽ ബ്ലിങ്കന്റെ വിരലടയാളമുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടത്തെ നയിച്ചതും കുറെ മാസങ്ങളോളം അമേരിക്കയിൽ പ്രസിഡന്റിന്റെ റോൾ ഏറ്റെടുത്ത് നടത്തിയതും ബ്ലിങ്കനാണെന്നും കാൾസൺ എടുത്തു പറയുന്നു. റഷ്യയുമായി ഒരു യഥാർത്ഥ യുദ്ധത്തിനാണ് ബ്ലിങ്കൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആദ്യം മുതലേ റഷ്യ യുക്രൈൻ സംഘർഷത്തിലുള്ള ബ്ലിങ്കന്റെ ചരടുവലികൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. യുക്രൈനിൽ ഒരു സമാധാന ചർച്ച നടത്താനായുള്ള ജോയിന്റ് ചീഫ്സ് ചെയർമാൻ മില്ലിയുടെ നിർദ്ദേശം 2022 അവസാനത്തിൽ ബ്ലിങ്കൻ നിരസിക്കുകയായിരുന്നു. യുക്രൈനിലേക്ക് കൂടുതൽ നൂതനമായ ആയുധങ്ങൾ അയക്കുന്നതിന് അനുകൂലമായി ജനറൽമാരുമായി ബ്ലിങ്കൻ വാദിക്കുകയും ചെയ്തിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ കൈകടത്തലുകൾ വർദ്ധിപ്പിച്ച് യുദ്ധം ഇത്രയും വഷളാക്കിയതിന് പിന്നിൽ ബ്ലിങ്കന്റെ പങ്ക് വലുതു തന്നെയാണ്. 2021 അവസാനത്തിൽ യുക്രൈൻ ഡോൺബാസിനടുത്ത് സൈന്യത്തെ വിന്യസിച്ച് റഷ്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നേറ്റോയുടെ എല്ലാ പിന്തുണയും യുക്രൈൻ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ബ്ലിങ്കൻ യുക്രൈനിന്റെ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞിരുന്നു. യുദ്ധം തുടങ്ങി മാസങ്ങൾക്കിപ്പുറം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏജൻസികളുമായും പെന്റഗണുമായും ചേർന്ന് യുക്രൈനിയൻ പ്രതിസന്ധി റഷ്യക്കെതിരായ സമ്പൂർണ്ണ നേറ്റോ പ്രോക്സി യുദ്ധത്തിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. 100 കണക്കിന് ബില്യൺ ഡോളർ സൈനിക സഹായവുമായി യുക്രൈന് അയക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം ആളിപ്പടരാനുള്ള എല്ലാ സാധ്യതകളും ബ്ലിങ്കൻ തുറന്നിട്ടു എന്ന് തന്നെ പറയാം. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബ്ലിങ്കന്റെ ഈ നീക്കങ്ങളിൽ കാര്യമായ അത്ഭുതങ്ങൾ ഒന്നും തന്നെയില്ല. സംഘടനാ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും വിദേശ കൂലിപ്പടയാളികളും നേറ്റോയിൽ നിന്നും എത്തിയിരുന്ന ആയുധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നതെന്നും ഇതിനു പിന്നിലും ബ്ലിങ്കൻ തന്നെയാണ് കളിച്ചത് എന്നും പറയുന്നു. എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി തരിപ്പണമാക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ബ്ലിങ്കൻ തന്റെ കഴുകൻ കണ്ണുകൾ എത്തിക്കാൻ മറന്നിട്ടില്ല എന്നാണ് ആരോപണം.
യുക്രൈനെ ഒരിടത്ത് റഷ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ഇസ്രയേലിന്റെ നരനായാട്ടിലേക്കും ബ്ലിങ്കൻ ചുവടുവെച്ചത്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ ഗാസയ്ക്ക് നേരെ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ടെല്ലവൈവിൽ നിന്നുകൊണ്ട് ബ്ലിങ്കൻ വാക്കുകൊടുത്തത്. പറഞ്ഞ വാക്ക് ഒരിക്കലും ബ്ലിങ്കൻ തെറ്റിച്ചിട്ടുമില്ല. 2023 അവസാനം മുതൽ 2024 പകുതി വരെ അമേരിക്ക ഇസ്രയേലിന് ബോംബുകളും മറ്റ് നിരവധി ആയുധങ്ങളും നൽകി സഹായിച്ചിട്ടുണ്ട്. ഇതേ മാസം ഗാസയിൽ ഇസ്രയേൽ 70,000 ടൺ ബോംബുകൾ വർഷിച്ചതായി ഒരു റൈറ്റ്സ് മോണിറ്റർ കണക്കിൽ പറയുന്നുണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡെഡ്സൺ, ഹാംബർഗ്, ലണ്ടൻ എന്നിവിടങ്ങളിൽ പതിച്ച സംയോജിതമായ ബോംബുകളെക്കാളും കൂടുതലാണ്. വേണമെങ്കിൽ ആയുധം കൊടുക്കാതിരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ബ്ലിങ്കന് ബൈഡനെ നിർബന്ധിക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ ബ്ലിങ്കൻ തയ്യാറായിരുന്നില്ല. 2021 ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയും ഉത്തര കൊറിയയുമായി പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്താനിരുന്ന കൂടിക്കാഴ്ചയ്ക്കും വിലങ്ങുതടിയായത് ബ്ലിങ്കനാണ്. ആ കൂടിക്കാഴ്ച മുടക്കുക മാത്രമല്ല, പകരം ബ്ലിങ്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഒരു പുതിയ ത്രികക്ഷി സുരക്ഷാ ഉടമ്പടി ചർച്ച ചെയ്യുകയും ചെയ്തു. ചൈനയ്ക്കെതിരെയും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ദക്ഷിണ ചൈന കടലിൽ സംഘർഷം ആളിക്കത്തിച്ചതും മറ്റാരുമല്ല, ക്ലാസിക് ഐലൻഡ് ചെയിൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് ചൈനയെ സ്വന്തം തീരത്തെത്തിക്കാനുള്ള അമേരിക്കൻ ഉഭയകക്ഷി സഖ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അന്ന് ബ്ലിങ്കൻ ശ്രമിച്ചത്. തായ്വാനെ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നും അന്ന് ബ്ലിങ്കൻ പറഞ്ഞു. കടിഞ്ഞാണില്ലാത്ത കളികളാണ് സത്യത്തിൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ബ്ലിങ്കൻ കാണിച്ചു കൂട്ടിയത്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട്, അമേരിക്കൻ പാരമ്പര്യ വൈരാഗ്യ ബുദ്ധിയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും കയറിയിറങ്ങി പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അമേരിക്കയുടെ തോളോടൊപ്പം നിൽക്കുന്ന ഇസ്രയേൽ പോലും ബ്ലിങ്കന്റെ കുതന്ത്രത്തിൽ മയങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. ഇറാനും അതിന്റെ ആക്സിസ് ഓഫ് റെസിഡൻസ് സഖ്യകക്ഷികൾക്കും എതിരായ ഏറ്റുമുട്ടലിൽ ഇസ്രയേലിനെ മുൻനിർത്തി ശക്തമാക്കിയിരിക്കുകയായിരുന്നു ഇസ്രയേൽ മിസൈലുകളുടെയും വ്യോമാക്രമണങ്ങളുടെയും ആക്രമണ പരമ്പര അഴിച്ചുവിട്ടപ്പോൾ പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക ഇസ്രയേലിന് നൽകിയത് എന്നും ഓർക്കണം. യമനിലെ ഹൂതികൾക്കെതിരെ വ്യോമനാവിക ക്യാമ്പയിൻ ആരംഭിച്ചു. സിറിയയിൽ ദീർഘകാലമായി തുടരുന്ന യുദ്ധത്തിലും ഇടപെട്ടു. എത്യോപ്യ, ലിബിയ മുതൽ സഹേൽ, സുഡാൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലും ആഫ്രിക്കയിൽ ഉടനീളം കത്തുന്ന സംഘർഷങ്ങളിലും അമേരിക്കൻ പങ്കാളിത്തം എന്ന നിലയിൽ ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. നിക്കരാഗ്വ, ബംഗ്ലാദേശ് മുതൽ സെർബിയ, ജോർജിയ വരെ അമേരിക്കയുടെ താല്പര്യങ്ങളെ വിശ്വാസമില്ലാത്ത രാജ്യങ്ങളിൽ ഭരണമാറ്റം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ വൃത്തികെട്ട ഒരു പാരമ്പര്യമായി ബ്ലിങ്കൻ ഇതെല്ലാം മുന്നിട്ടിറങ്ങി നടത്തുകയായിരുന്നു. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2003 ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം, 2011 നേറ്റോ ലിബിയയുടെ വ്യോമാക്രമണം, 2011 സിറിയക്കെതിരായ യുദ്ധത്തിന്റെ ആരംഭം എന്നിവയിലെല്ലാം ബ്ലിങ്കന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്പുട്നിക്കിൽ വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയും യുക്രൈനുമെല്ലാം ഒരു വശത്ത് ഇങ്ങനെ എരിഞ്ഞു പുകഞ്ഞിരിക്കുമ്പോൾ ബ്ലിങ്കൻ വീണ്ടും ആക്രമണാസക്തവും നിയമവിരുദ്ധവുമായ എന്തൊക്കെയോ ദേശനയ തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ലേഹി നിയമപ്രകാരം ഇസ്രയേൽ സൈനികർ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണങ്ങളിൽ നടപടിയെടുക്കുന്നതിൽ ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരാജയപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെട്ടു. ഗാസയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന US ആയുധങ്ങൾ ഇസ്രയേലിന് തുടർന്നും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിൽ ബ്ലിങ്കൻ പ്രധാന പങ്ക് വഹിച്ചതായും വിമർശനം ഉയരുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.